കളമശ്ശേരി മണ്ഡലത്തിലെ 4ാമത് ഒപ്പം മെഡിക്കൽ മെഗാ ക്യാമ്പിൽ ഏകദേശം 30,000 പേരോളം പേർ പങ്കാളികളായി. കളമശ്ശേരി കുന്നുകരയിൽ റയാൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ നടന്ന ക്യാമ്പിൻ്റെ ഉദ്ഘാടനം കേരളത്തിൻ്റെ ആരോഗ്യ ശിശുക്ഷേമ മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. പ്രസ്തുത യോഗത്തിൽ കേരളത്തിൻ്റെ വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രിയും കളമശ്ശേരിയുടെ MLA-യുമായ പി രാജീവ് അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ പ്രമുഖ ആശുപത്രികളും കളമശ്ശേരി മെഡിക്കൽ കോളേജും ഉൾപ്പെടെ വലിയൊരു സംവിധാനത്തിന് കീഴിലാണ് ക്യാമ്പ് നടന്നത്. രാവിലെ 8 മണിക്ക് ക്യാമ്പ് പ്രവർത്തിച്ചു തുടങ്ങി. അലോപ്പതിക്ക് പുറമെ ആയുർവേദവും ഹോമിയോ തുടങ്ങിയ ചികിത്സാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. ലിസി ഹോസ്പിറ്റലിലെ ഹൃദ്രോഗ വിദഗ്ധനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം, ഡോക്ടർ ജോ ജോർജ് തുടങ്ങി കിൻഡർ പത്തടിപ്പാലം മെഡിക്കൽ ട്രസ്റ്റ്, റിനൈ മെഡിസിറ്റി, ആസ്റ്റർ, അമൃത, രാജഗിരി ജില്ലയിലെ തുടങ്ങിയ ഏതാണ്ടെല്ലാ ആശുപത്രികളും പങ്കെടുത്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ സ്ത്രീകൾക്കും സൗജന്യ ക്യാൻസർ പരിശോധന എന്ന സർക്കാർ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. കളമശ്ശേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഗണേഷ് മോഹൻ കൺവീനറായി നേതൃത്വം കൊടുത്ത ക്യാമ്പിൽ മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിഭാഗം, ലാബ് തുടങ്ങി സകല സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. കൂടാതെ കളമശ്ശേരിയിലെ കനിവ് വാളണ്ടിയർമാരും ക്യാമ്പിൽ പ്രവർത്തന സജ്ജരായി നിലകൊണ്ടു. ഇവിടെ വരുന്ന കണ്ട് പോകുന്ന ആളുകളുടെ മുഖത്തുള്ള ആ സന്തോഷം, ആ സ്നേഹം, അതാണ് ഏറ്റവും വിലപിടിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഞാൻ നമ്മൾ ആയുർവേദം മാത്രം മതിയോ എന്നാണെങ്കിൽ അതിനല്ല ഹോമിയുണ്ട്, അതോടൊപ്പം തന്നെ ആയുർവേദമുണ്ട്, അതിൻ്റെ നിയമമാരെല്ലാം ഉണ്ട്, ആ സംവിധാനമുണ്ട്. പിന്നെ മണ്ഡലത്തിനകത്തും കാഴ്ചക്കുറവുണ്ടാവാൻ പാടില്ല, തെളിമയുള്ള കാഴ്ച ഉണ്ടാവണം. പിന്നെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് പല്ലുമായി ബന്ധപ്പെട്ട രോഗം. ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വേദിയിൽ പങ്കെടുക്കുന്നത്. 4ാമത്തെ വർഷം ഇത് നടക്കുമ്പോൾ ഏതാണ്ട് 4 ലക്ഷത്തിലധികം ആളുകൾ ഇതിനോടകം ഈ ക്യാമ്പിൽ, ഇന്നത്തേത് കൂട്ടിയിട്ടില്ല, ഇതിനു മുൻപുള്ളത് ഇതുവരെ എത്തിക്കഴിഞ്ഞിട്ടു. ഇതുവരെ നടന്ന ക്യാമ്പുകളിൽ ഏറ്റവും വലിയ ക്യാമ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. 8 മണിക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ മെഗാ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് റേറ്റ്, മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അതുപോലെ ആരോഗ്യ സൂചികകളിൽ ആയുർദൈർഘ്യത്തിൽ, പ്രൈമറി ഹെൽത്ത് കെയറിൽ, വാക്സിനേഷൻസ്, ഇമ്മ്യൂണൈസേഷൻ ഏതെടുത്ത് നോക്കിയാലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ